നമസ്കാരം. ആദ്യം ഒരു ചിത്രം കാണിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള പ്രചാരണത്തിന് അടിസ്ഥാനമായ ഒരു വിഷയം മന്ത്രിയായിരിക്കുന്ന എം ബി രാജേഷിന്റെ തൃത്താല മണ്ഡലത്തിൽ പുറത്തിറക്കിയ ഒരു പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്: വാളയാറിൽ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനെയല്ല, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവനാണ് തൃത്താലയ്ക്ക് വേണ്ടത് എന്ന്. UDFന്റെ പ്രചരണ പോസ്റ്ററാണ്. VT ബൽറാമാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവിടെ തൃത്താലയിലെ റിസൾട്ട് VT ബൽറാമിനെയല്ല, MB രാജേഷിനെയാണ് തിരഞ്ഞെടുത്തത്. അത് എന്തായാലും ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഇതാണ് ഒന്നാമത്തേത്. വാളയാറിലെ 2 പെൺകുട്ടികളുടെ മരണം വലിയ തോതിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കും വിധത്തിലുള്ള വാർത്തയായി മുമ്പിൽ നിൽക്കുന്ന ഘട്ടത്തിൽ വന്ന ഒരു പോസ്റ്ററാണ്. പക്ഷേ തൃത്താലയിൽ അത് എഫക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ കണ്ണൂരിൽ ധർമ്മടത്ത് പോയി പിണറായി വിജയനെതിരെ മത്സരിച്ചു. പിണറായി വിജയൻ ഈ പ്രതികൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു, അവരുടെ സർക്കാർ എടുക്കുന്നു, ഈ കേസ് CBIക്ക് വിടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വ്യാപകമായി ഉന്നയിക്കപ്പെട്ടല്ലോ. ഇതിൻ്റെ തുടർച്ചയായി അവിടെ പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രതിഷേധ പരമ്പരകളുടെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. പിന്നീട് അവർ അവിടെ പോയി മത്സരിച്ചു. സ്വാഭാവികമായ ഒരു തുടർച്ച അതിനുണ്ടായി. പക്ഷേ പിന്നീട് സംഭവിച്ചത് ഈ കേസിൽ CBIക്ക് ഈ കേസ് വിടുകയും CBI അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചു. 2 ആഴ്ച മുന്നേ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ്. ആ കുറ്റപത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കേസിലെ പ്രതികൾക്ക് മക്കളെ പീഡിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആ അമ്മയാണ് എന്നതാണ് ഒരു കണ്ടെത്തൽ. മൂത്ത മകളെ 1-ാം പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത് അറിഞ്ഞിട്ടും ഇളയ മകൾക്കെതിരെ അതിക്രമത്തിന് പ്രതികളെ അമ്മ പ്രേരിപ്പിച്ചു. ആവർത്തിച്ച് പീഡിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് മാതാപിതാക്കളാണ്. ആദ്യം മരിച്ച 13 വയസ്സുകാരിയുടെ മരണത്തിലെ ഏക ദൃക്സാക്ഷി കൂടിയായിരുന്ന ഇളയ സഹോദരിയും പിന്നാലെ കൊല്ലപ്പെട്ടു. ഇതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം. ഇത് ഞെട്ടിക്കുന്ന, മനസ്സിനെ പിടിച്ചുലക്കുന്ന ഒരു വിവരമായിട്ട് തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ, ഇത് അറിഞ്ഞ ആളുകളുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ മലയാളത്തിൽ ചാനലുകളിൽ, പത്രങ്ങളിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്തോ അല്ലെങ്കിൽ വാളയാർ സംഭവം എന്ന് പറഞ്ഞ് ആ വിഷയത്തെ തുടർന്നുണ്ടായ വാർത്താ രൂപീകരണങ്ങളിലോ ഉണ്ടായ ശ്രദ്ധ ഒരുപക്ഷെ ഈ വാർത്തയുടെ കുറ്റപത്രത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ പലരും ആ വാർത്ത കണ്ടില്ല. 1-ാം പേജിൽ എന്നല്ല, കാണപ്പെടുന്ന ഒരു പേജിലും ആ വാർത്ത കണ്ടില്ല, വിശകലനങ്ങൾ കണ്ടില്ല, ചാനൽ ഘോഷങ്ങൾ കേട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പ്രതിക്കൂട്ടിലാക്കപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ MB രാജേഷ് അല്ലെങ്കിൽ CPIM ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. CBI കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ എന്താണ് ഈ അമ്മ ചെയ്ത കാര്യം, അക്കാര്യത്തിൽ അമ്മയെ കൊണ്ടു പ്രചരണത്തിന് നടന്ന ആളുകൾ അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട ഒരാൾ MB രാജേഷ് എന്ന ആൾ ഇപ്പോൾ മന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ ആദ്യമായി പ്രതികരിക്കുകയാണ്. ആ പ്രതികരണം കൂടി നിങ്ങൾ കേൾപ്പിക്കാം എന്നുള്ളത് വിചാരിച്ചാണ് ഈ വീഡിയോയുമായി വന്നത്. അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഈ വിഷയം പരാമർശിക്കുന്നത്. പ്രധാനപ്പെട്ട 3 പോയിന്റുകളിലൂടെ അദ്ദേഹം കടന്നു വരുന്നുണ്ട്. നിരന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട കോൺഗ്രസ്, UDF, ചാനലുകൾ, പത്രങ്ങൾ, ഒപ്പം മാധ്യമങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം, ചാനൽ ചർച്ചകളിലൂടെ രംഗത്ത് വരുന്ന ഈ വിഷയം പ്രധാനമായി നേരിട്ട് MB രാജേഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ മറ്റു ചില ആളുകളുടെയും ഒക്കെ, നിതിൻ കണിച്ചേരിയുടെയൊക്കെ പേര് പറഞ്ഞ് ഏഷ്യാനെറ്റിലിരുന്ന് നിരന്തരം ചർച്ച നടത്തിയ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീകണ്ഠൻ, പാലക്കാട് MP ആയിരിക്കുന്ന ശ്രീകണ്ഠൻ, ഇങ്ങനെ നിരവധി പേരുടെ പേര് ഈ പോസ്റ്റിൽ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. MB രാജേഷിൻ്റെ പോസ്റ്റിലൂടെ നമുക്കൊന്ന് കടന്നു വരാം. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഈ കുറിപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം, കാര്യമായി രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് തന്നെ കടന്നു വന്നത്. നമുക്ക് ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. തലക്കെട്ട് ഇങ്ങനെയാണ്: അവരുടെ അമ്മയെക്കുറിച്ച് എന്നാണ്. ഒട്ടും സന്തോഷത്തോടെയല്ല ഈ കുറിപ്പ് എഴുതുന്നത്. പലവട്ടം ആലോചിച്ച ശേഷമാണ് ഇത് എഴുതാം എന്ന് തീരുമാനിച്ചത്. ചില സത്യങ്ങൾ പറയേണ്ടപ്പോൾ പറയണമല്ലോ. 2017 2 കൊച്ചു പെൺകുട്ടികൾ വാളയാറിൽ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിനിരയായി ഒന്നിനു പിറകെ ഒന്നായി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. അന്ന് ഞാൻ പാലക്കാട് MP ആണ്. 2019 വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. അന്നൊന്നും ഉയർന്നു വരാത്ത ക്രൂരമായ ആരോപണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉയർന്നു വന്നു. അന്നത്തെ BJP ജില്ലാ പ്രസിഡന്റ് E കൃഷ്ണദാസാണ് വാളയാറിലെ കുട്ടികളുടെ മരണത്തിന് കാരണക്കാരായ കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്തിയത്. ഞാനും നിതിൻ കണിച്ചേരിയുമാണ് എന്ന അതിക്രൂരമായ ആരോപണം ഉന്നയിക്കുന്നത്. തൊട്ടു പിന്നാലെ ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലഹരിക്ക് അടിമയായി ടെലിവിഷൻ ചാനലുകളിലെ സ്ഥിരം അധമ ഭാഷണക്കാരനായ ഒരു വക്കീൽ വേഷധാരി ഏഷ്യാനെറ്റിലൂടെ ഈ ആരോപണം ആവർത്തിച്ചു. അതിനെതിരെ ഞാൻ നൽകിയ ക്രിമിനൽ അപകീർത്തി കേസ് ഒറ്റപ്പാലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 4 വർഷമായി നടന്നു വരികയാണ്.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തൃത്താലയിൽ സ്ഥാനാർത്ഥിയായതോടെ അവിടുത്തെ UDF സ്ഥാനാർത്ഥി തന്നെ എനിക്കെതിരായ വ്യക്തിഹത്യക്ക് നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് തന്നെ ഒരു പോസ്റ്റർ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറക്കി. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: വാളയാറിൽ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനെയല്ല, നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയവനെയാണ് തൃത്താലയ്ക്ക് ആവശ്യം എന്ന്. തൂങ്ങി നിൽക്കുന്ന 2 കുഞ്ഞുടുപ്പുകളുടെ ചിത്രം പതിച്ച ആയിരക്കണക്കിന് പോസ്റ്റർ മണ്ഡലത്തിലുടനീളം പതിപ്പിച്ചു. പോളിംഗ് ദിവസം ബൂത്തുകളുടെ എല്ലാം പരിസരങ്ങളിൽ ചുവന്ന മഷി തൂവിയ വെള്ള കുഞ്ഞുടുപ്പുകൾ കൊണ്ടുള്ള തോരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. തീർന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ UDF മത്സരിപ്പിച്ച വാളയാർ അമ്മ പിന്നെ കേന്ദ്രീകരിച്ചത് തൃത്താലയിലായിരുന്നു. വിഷം തീണ്ടിയ മനസ്സിനുടമയായ കാളകൂട കണ്ഠനും UDF നേതാക്കളും ആ അമ്മയെ തൃത്താലയിലാകെ കൊണ്ടു നടന്നു. 100 കണക്കിന് കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുപ്പിച്ചു. അത്തരമൊരു പൊതുയോഗത്തിന്റെ വീഡിയോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. അതിൽ അവർ പറയുകയാണ്: 2017 ജനുവരി 13 എൻ്റെ മൂത്ത മകൾ കൊല്ലപ്പെട്ട അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതികളെ പോലീസ് വൈകുന്നേരം 7 മണിയാകുമ്പോൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും രാത്രി 1 മണിയാകുമ്പോൾ അവിടുത്തെ ലോക്കൽ നേതാക്കൾ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതികളെ രക്ഷപ്പെടുത്താൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്ന MP രാജേഷാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നാണ്. ജീവിതത്തിലെ ഏറ്റവും മുറിവേറ്റ നാളുകൾ അതായിരുന്നു. തൃത്താലയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ കടപ്പാട്, തൃത്താലയിലെ ജനങ്ങൾ എനിക്ക് നൽകിയ ആ സ്വീകാര്യത, ആ ക്രൂരമായ വ്യക്തിഹത്യക്ക് അവർ പുല്ലുവില കൽപ്പിച്ചില്ല എന്നതുകൂടിയാണ്. 2 പെൺകുട്ടികളുടെ അച്ഛനായ ഒരാൾ എന്നതുകൊണ്ടുകൂടിയാണ് ഒരു രാഷ്ട്രീയ ആക്രമണം എന്നതിനപ്പുറം വ്യക്തിപരമായ മുറിവായി അത് മാറിയത്. ആരോപണങ്ങൾ വ്യാജമാണ് എന്നറിഞ്ഞിട്ടും സംഘി കോൺഗ്രസ് ലീഗ് ഹാൻഡിലുകൾ അവ സൈബർ ഇടത്തിൽ സംഘടിതമായ പ്രചരണത്തിലൂടെ ആക്രമണം തുടരുകയായിരുന്നു. ഇതിനെല്ലാം പ്രധാന കാരണക്കാരൻ എന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വക്കാലത്തെടുത്ത ആൾക്ക് എതിരെ കേസ് നൽകിയത്. ഈ പ്രശ്നത്തിൽ വ്യക്തിപരമായ ആക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു അനുഭവം കൂടിയുണ്ട്. തൽക്കാലം അതിപ്പോൾ പങ്കുവെക്കുന്നില്ല. എന്തു ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇവർ എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാം. എനിക്കെതിരായ വ്യക്തിപരമായ ആരോപണം പക്ഷേ ഒരു മുഖ്യധാരാ മാധ്യമവും നൽകുകയോ ഏറ്റുപിടിക്കുകയോ ചെയ്തില്ല എന്ന് പറയാതിരുന്നാൽ അത് സത്യസന്ധമാവില്ല. പക്ഷേ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷത്തോടും ആ മാന്യത കാണിച്ചില്ല. വാളയാർ അമ്മയെ വലതുപക്ഷത്തിനൊപ്പം മഹത്വവൽക്കരിച്ച് ഇടതുപക്ഷം ആ അമ്മയോട് ചെയ്ത അനീതികളെക്കുറിച്ച് അവർ മാസങ്ങൾ വെണ്ടക്ക നിരത്തി. ദീർഘമായി ഉപന്യസിച്ചു. മുഖപ്രസംഗങ്ങളിൽ രോഷം കൊണ്ടു. മാസങ്ങളോളം ചാനലുകളിൽ പ്രൈം ടൈമിൽ മത്സരിച്ച് വട്ടത്തിലും നീളത്തിലും അന്തമില്ലാത്ത ചർച്ചകൾ നടത്തി. കാളകൂട കണ്ഠന്മാർ വിഷം വമിപ്പിക്കുന്ന നുണകൾ ഞങ്ങൾക്കെതിരെ ടൺ കണക്കിന് ചൊരിഞ്ഞു. ഇടതുപക്ഷത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുക എന്ന ദൗത്യം വലതുപക്ഷത്തിന് വേണ്ടി നിർവഹിച്ചു. കേരളത്തിലെ വലതുപക്ഷത്തിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ എല്ലാം അമ്മയായി മാറി. ഇപ്പോൾ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ സത്യം പുറത്തു വന്നിരിക്കുന്നു. ദി ഹിന്ദു മാത്രമാണ് പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്തതായി കണ്ടത്. ഇവരെല്ലാം ചേർന്ന് മഹത്വവൽക്കരിക്കുകയും നാടാകെ ഞങ്ങൾക്കെതിരെ എഴുന്നള്ളിച്ച് നടക്കുകയും ചെയ്ത ഈ അമ്മ പ്രായപൂർത്തിയാവാത്ത സ്വന്തം മക്കളെ ലൈംഗിക ചൂഷണം നടത്താൻ സഹായം ചെയ്തു. സ്വന്തം കൺമുന്നിലിട്ടും കുട്ടികളെ ദുരുപയോഗിക്കാൻ കൂട്ടുനിന്നു. ഇങ്ങനെയുള്ള ചോര മരവിപ്പിക്കുന്ന ക്രൂരതകളാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് കുറ്റവാളികൾ ചെയ്ത അതേ കുറ്റത്തിന് വാളയാർ കുട്ടികളുടെ അമ്മയും വിചാരണ ചെയ്യപ്പെടും. ആ സ്ത്രീയെ വിധിക്കാൻ ഞാൻ ആളല്ല, കോടതി വിധിക്കട്ടെ. ആദ്യ മാധ്യമങ്ങളോടാണ് ചോദ്യം. എന്തേ ഈ സ്തോഭജനകമായ വാർത്ത നിങ്ങൾ കൂട്ടത്തോടെ തമസ്കരിച്ചു? എന്തേ പൊടുന്നനെ നിങ്ങൾ ഒന്നടങ്കം നിശബ്ദരായി? എന്തേ തലക്കെട്ടുകളും പ്രൈം ടൈം ചർച്ചകളും കവർ സ്റ്റോറികളും ഇല്ലാത്തത്? ലജ്ജ കൊണ്ട് അതോ കുറ്റബോധം കൊണ്ടോ? മറുപടി പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പറയുമോ? പത്രസമ്മേളനത്തിൽ മാധ്യമ വിമർശനം നടത്തുമ്പോൾ ഇനിയിപ്പോൾ ഇയാളുടെ മാധ്യമ ക്ലാസ് കേൾക്കണമല്ലോ എന്ന് മുറമുറുക്കുന്നവർ അറിയുക, നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന അന്യായങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് ഇനിയും പറയേണ്ടി വരും. വലതുപക്ഷത്തെക്കുറിച്ച് എന്തു പറയാൻ? കൊടും നുണകളുടെ രാഷ്ട്രീയ സന്തതികളായ അവർക്ക് അർഹമായ അമ്മമാരെ കണ്ടെത്തുന്നു. ആ അമ്മമാരെ അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ. ആ മാതൃസ്വരൂപങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കാൻ അർഹർ വലതുപക്ഷം തന്നെയാണ്. എന്നിട്ട് അവസാനം ഒരു വാൽകൃഷ്ണനും കൂടി MP രാജേഷ് എഴുതുന്നുണ്ട്. ഇക്കൂട്ടർ ഇതിനൊന്നും ഒരക്ഷരം മറുപടി പറയില്ല. ചത്ത പാമ്പിനെ പോലെ പതുങ്ങിക്കിടക്കും. അടുത്ത കൊല്ലം നുണയുമായി, അടുത്ത കൊടും നുണയുമായി ഞങ്ങളെ ആഞ്ഞുകൊത്താനുള്ള തക്കം പാർത്ത്. ഇതാണ് MP രാജേഷിന്റെ പ്രതികരണം. ഈ പ്രതികരണം വലിയ 2-3 രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളോട് മാത്രമല്ല, കൂട്ടമായി നിന്ന് ചില വാർത്താ സാഹചര്യങ്ങളെ ഉപയോഗിച്ചവരോട് കൂടിയാണ്.
ഒന്ന് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ നെടുനീളൻ ചർച്ചകളിലും അവരുടെ കണ്ടെത്തലുകളും അവതരിപ്പിച്ച സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് ദ ഹിന്ദുവിൽ അകത്തെ പേജിൽ അല്ലെങ്കിൽ ഹിന്ദു പത്രം മാത്രം പുറത്ത് വിടുന്ന വാർത്തയായി അത് മാറുന്നത്, മറ്റ് മലയാള പത്രങ്ങൾ തമസ്കരിക്കുന്ന വാർത്തയായി അത് മാറുന്നത്? CBIയുടെ കുറ്റപത്രം വന്നിട്ട് ഇത്ര നാളായിട്ടും ഹിന്ദു എന്നൊരു ഇംഗ്ലീഷ് പത്രത്തിലൂടെ അത് വായിക്കേണ്ട അവസ്ഥ മലയാളികൾക്ക് എന്തുകൊണ്ടുണ്ടായി? ഈ പത്രങ്ങളും ചാനലുകളും എന്തുകൊണ്ട് അതിന് മുൻകാലത്ത് അതേ സാഹചര്യത്തിൽ കൊടുത്ത വാർത്താ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ തലയുയർത്തി നിൽക്കുന്നു. ഒപ്പം അപ്പോൾ പറയുന്ന നുണകളുടെ തുടർച്ചയായി പുതിയ നുണകൾ പ്രസവിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി മുഖത്തേക്കുള്ള ഒരു ചോദ്യമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഇനി MB രാജേഷ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയാലും, ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഈ വാളയാർ പ്രശ്നത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയ കാലഘട്ടത്തിലൊക്കെ അവർ വീണ്ടും വീണ്ടും പ്രസവിച്ച നുണകളുടെ ചങ്ങല കെട്ടുകൾ അഴിയാതെ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഈ സാഹചര്യത്തിലെ ഈ സത്യാവസ്ഥ അല്ലെങ്കിൽ CBIയുടെ കണ്ടെത്തൽ പുറത്തു വന്ന സാഹചര്യത്തിൽ അവർ തന്നെ ആവശ്യപ്പെട്ടതുപോലെ CBI അന്വേഷണം നടത്തി അവരുടെ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ എന്താണ് തുടക്കം മുതൽ ആരംഭിച്ച പ്രസവിച്ചിട്ട നുണകളുടെ യഥാർത്ഥ സാഹചര്യം എന്ന് ഇപ്പോൾ അവർ ആലോചിക്കുമോ എന്നുള്ളതാണ്. ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ് എന്ന് തന്നെ ഇതിന് നമ്മൾ കാണേണ്ടതുണ്ട്. സമഗ്രമായി ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നല്ല. ഈ വാളയാർ വിഷയത്തിൻ്റെ സാഹചര്യം ഉന്നയിച്ച ആളുകളെ അതിക്രൂരമായി സൈബർ വേട്ടയ്ക്ക് പോലും ഇരയാക്കി. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ പോലുള്ള ആളുകളെ ആ കാലത്ത് വല്ലാത്ത നിലയിൽ സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യം വീണ്ടും അതെല്ലാം പുനരാലോചനയ്ക്കുള്ള ഒരവസരമായി ഉയർത്തു വരികയാണ്. അതുകൊണ്ടുകൂടിയാണ് MB രാജേഷിൻ്റെ പ്രതികരണം പ്രസക്തമാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചത്. നന്ദി, നമസ്കാരം.